ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി പ്രസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ ധാരാവൈദ്യുതിയുടെ അവസാന പാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യ 2 പാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടുകൾ കണ്ടിട്ട് മാത്രം ഈ 3ാമത്തെ പാർട്ട് കാണുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ SCERT സിമ്പിൾ നോട്ട് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് നമ്മുടെ 8ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ ഒരു ചാപ്റ്റർ 2 പാർട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ സിലബസ് പ്രകാരമുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ കാണുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെയും നിങ്ങളുടെ ലൈക്കിലൂടെയും നമുക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈദ്യുത സർക്യൂട്ടുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട് എന്നിവയെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അതും നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഓം നിയമമാണ്. ഓംസ് ലായാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഇവിടെ ഒരു പ്രവർത്തനം ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 ടോർച്ച് സെല്ലുകൾ, അമ്മീറ്റർ, പ്രതിരോധകം, സ്വിച്ച് എന്നിവ ഉൾപ്പെടുത്തി നമ്മുടെ ചിത്രം 7.2.2 തന്നിട്ടുണ്ട്. ഈ ഒരു ചിത്രം, ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നതിനാണ്, നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം, സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എന്നിവ അളന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ശ്രേണി രീതിയിൽ സെല്ലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് പ്രവർത്തനം ആവർത്തിക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനുള്ളത് എന്താണ്? ശ്രേണി രീതിയിലാണ് നമ്മൾ സെല്ലുകളുടെ എണ്ണം കൊടുക്കേണ്ടത്. അതുപോലെ ശ്രേണി രീതിയിൽ നമ്മൾ സെല്ലുകളുടെ എണ്ണം കൊടുക്കുമ്പോൾ അവിടെ വോൾട്ടേജിലുള്ള വ്യത്യാസം, കറണ്ടിൽ വരുന്ന ആ ഒരു വ്യത്യാസം, അത് നമ്മൾ കണക്കാക്കണം. അതുപോലെ തന്നെ അവിടെ ഇതെല്ലാം കണക്കാക്കിയിട്ട് നമ്മൾ V/I അത് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്കിവിടെ ഓരോന്നിൻ്റെയും ആൻസർ ലഭിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെല്ലുകളുടെ എണ്ണം 2 ആക്കി. ആദ്യം ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് സെല്ലുകളുടെ എണ്ണം 2 ആക്കുമ്പോൾ വോൾട്ടേജ് എങ്ങനെയാണ്, കറണ്ട് എങ്ങനെയാണ്, ഇനി വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ സെല്ലുകളുടെ എണ്ണം ആദ്യം എത്രയാ? സെല്ലുകളുടെ എണ്ണം 2 ആക്കി. അതുപോലെ വോൾട്ടേജ് എത്രയാണ്? 3 ആണ്. വോൾട്ടേജ് 3 ആണ്, സെല്ലുകളുടെ എണ്ണം 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.3 ആയിരിക്കും. അതുപോലെ നമുക്കിപ്പോൾ V/I എങ്ങനെ നമ്മൾ കാണും? 3 ഭാഗം, അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് 3/0.3 രണ്ടും കൂടി നമുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 10 എന്ന് ആൻസർ കിട്ടും, 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 10 ആണ്. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് സെല്ലുകളുടെ എണ്ണം 3 ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ 4.5 നമുക്ക് കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.45 ആണ്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 4.5ഉം 0.45ഉം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ കിട്ടും? 10 എന്ന് അവിടെയും ആൻസർ ലഭിക്കും. ഇനി അടുത്ത് സെല്ലുകളുടെ എണ്ണം നമ്മൾ 4 ആക്കി നോക്കി. സെല്ലുകളുടെ എണ്ണം 4 ആകുമ്പോൾ അവിടെ നമ്മൾ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? ഇപ്പം നമ്മൾ വോൾട്ടേജ് 6 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ട് എത്രയാണ്? 0.6. അപ്പോൾ ഇവ തമ്മിലുള്ള V/I നമുക്ക് എങ്ങനെ കിട്ടും? 6/0.6 എന്ന് കിട്ടും. അവിടെയും നമുക്ക് ആൻസർ എത്ര കിട്ടും? 10 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ചിത്രം. ഇനി നോക്കിയേ, സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ്ങിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്താണ് സംഭവിക്കുന്നത്? സെല്ലുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? വോൾട്ട് മീറ്റർ റീഡിങ്ങിൽ പൊട്ടൻഷ്യൽ വ്യത്യാസവും എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടോ കുറയോ? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുകയാണ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടും. ഇനി കറണ്ട് അല്ലെങ്കിൽ അമ്മീറ്റർ റീഡിങ് കൂടുന്ന സന്ദർഭങ്ങളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? അപ്പോൾ കറണ്ട് അല്ലെങ്കിൽ അമ്മീറ്റർ റീഡിങ് കൂടുന്ന സന്ദർഭത്തിലും പൊട്ടൻഷ്യൽ വ്യത്യാസം അവിടെ എങ്ങനെയാണ്? അവിടെ കൂടുകയാണ് ചെയ്യുന്നത്, കൂടുന്നു. ഇനി
നമ്മുടെ വി ഐയുടെ മൂല്യം ഏകദേശം തുല്യമല്ലേ? അപ്പോൾ വി ഐയുടെ മൂല്യം എങ്ങനെയാണ്? ഏകദേശം തുല്യമാണ്. കറണ്ട് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസവും കൂടുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു കറണ്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നു എന്നും വി ബൈ ഐ എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യ ആണ് എന്നും മനസ്സിലായല്ലോ. അപ്പോൾ വി ബൈ ഐ നമുക്ക് കിട്ടിയത് എല്ലായിടത്തും നമുക്കിവിടെ കിട്ടിയത് എത്ര വെച്ചിട്ടാണ്? 10 വെച്ചിട്ടാണ്. നമുക്ക് ഓരോ സ്ഥലത്തെയും 3 നമ്മൾ 10 വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ വി ബൈ ഐ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വി ഐ ബൈ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സംഖ്യയാണെന്ന് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കി. അതായത് നമുക്ക് എങ്ങനെയാണെങ്കിൽ പറയാം എന്താണ്? ഐ അനുപാതമാണ് ഏത്? വി. ഐ വിക്ക് അനുപാതമാണ്. അതുപോലെ അല്ലെങ്കിൽ വി എങ്ങനെയാണ്? വി എന്ന് പറയുന്നത് ഐക്ക് അനുപാതമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഒരു സ്ഥിരം സംഖ്യ ഇൻറ്റു ഐ. വി എന്ന് പറയുന്നത് എന്താണ്? വോൾട്ട് എന്ന് പറയുന്നത് ഐക്ക് ഒരു സ്ഥിരം സംഖ്യ, ഇതിന് ഒരു സ്ഥിരം സംഖ്യ ആണ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വി ബൈ ഐ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? അതൊരു സ്ഥിരം സംഖ്യയാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലായിടത്തും അത് 10 വെച്ചിട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ സ്ഥിരസംഖ്യ സർക്യൂട്ടിലെ പ്രതിരോധത്തിന് എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ആ സ്ഥിരസംഖ്യ സർക്യൂട്ടിലെ പ്രതിരോധത്തിന് തുല്യമായിരിക്കും. ഇത് ആർ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ്? പ്രതിരോധകത്തിന് നമ്മൾ ഏതക്ഷരം കൊണ്ട് സൂചിപ്പിക്കും? ആർ എന്ന അക്ഷരം കൊണ്ടാണ് നമ്മളിതിനെ സൂചിപ്പിക്കുന്നത്. അപ്പം നമുക്ക് പറഞ്ഞൂടെ ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പോൾ ഈ പ്രതിരോധകം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പറയാം. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ ആണെന്ന് നമുക്ക് പറയാം. ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കുവാനുള്ള ചാലകത്തിൻ്റെ സവിശേഷതയാണ് പ്രതിരോധം. അപ്പോൾ എന്താണ് പ്രതിരോധം അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹത്തെ എതിർക്കാനുള്ള ചാലകത്തിൻ്റെ സവിശേഷതയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതിരോധം എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അതുപോലെ കറണ്ട് ഇവ തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ജോർജ് സൈമൺ ഓം. അതുകൊണ്ടാണ് നമ്മൾ ആ നിയമത്തെ എന്തെന്ന് പറഞ്ഞത്? ഓം നിയമം എന്ന് പറഞ്ഞത്. താപനില വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ പ്രതിരോധവും വ്യത്യാസപ്പെടുന്നു. അപ്പോൾ താപനില വ്യത്യാസപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? സർക്യൂട്ടിലെ പ്രതിരോധവും എങ്ങനെയാകും? വ്യത്യാസപ്പെടുന്നു എന്ന് നമ്മുടെ ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കി. ഇനി നോക്കിയേ, താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. അപ്പോൾ താപനില സ്ഥിരമായിരുന്നാൽ എന്ത് സംഭവിക്കും? ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇത് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു നിയമത്തിനാണ് നമ്മൾ ഓം നിയമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓം നിയമം? ജോർജ് സൈമൺ ഓമിൻ്റെ പേരുള്ള ആ ഒരു നിയമം, ആ ഒരു ഓം നിയമം എന്താണെന്ന് ചോദിച്ചാൽ, താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിൻ്റെ 2 അഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് എങ്ങനെയായിരിക്കും? നേർ അനുപാതത്തിലായിരിക്കും. ഈ ഒരു നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓം നിയമം എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ നമ്മുടെ ജോർജ് സൈമൺ ഓമിനെ കുറിച്ച് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിപ്പോകാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം, ജന്മരാജ്യം എന്ന് പറയുന്നത് എവിടെയാണ്? പഴയ റോമാണ്. പഴയ റോം, ഇപ്പോഴത്തെ ജർമ്മനിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. 1789 മുതൽ 1854 വരെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലമാണ്. 1789 നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷമാണ്. 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. അപ്പോൾ 1854 വരെ അദ്ദേഹം എന്ത് ചെയ്തു? ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരുന്നു.
ഇനി സൈമൺ ഓമിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്ന അദ്ദേഹം അതാണ് അദ്ദേഹം പ്രവർത്തിച്ചത്, ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചത്? ഭൗതിക ശാസ്ത്ര മേഖലയിലാണ് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. പ്രധാനപ്പെട്ട സംഭാവനകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സുപ്രധാനമായ നിയമം ആവിഷ്കരിച്ചു. അപ്പോൾ കറണ്ടും പൊട്ടൻഷ്യൽ വ്യത്യാസവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സുപ്രധാനമായ നിയമം ആവിഷ്കരിച്ചു. എർലാൻജൻ സർവകലാശാലയിൽ അധ്യാപകൻ പ്രതിരോധത്തിൻ്റെ യൂണിറ്റായ ഓം ഇദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് നൽകിയതാണ്. അപ്പോൾ അദ്ദേഹത്തെ ഏത് സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു? എർലാൻജൻ എന്ന സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. ഇനി പ്രതിരോധകത്തിൻ്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓമാണ്. അത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നൽകപ്പെട്ടതാണ്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഒമേഗ ആണ് ഓം എന്നതിൻ്റെ പ്രതീകം. അപ്പോൾ നമ്മൾ ഓം എന്ന് എഴുതുന്നത് ഇതാ ഇങ്ങനെയല്ലേ? അപ്പോൾ ഇത് എന്താണ്? നമ്മുടെ ഗ്രീക്ക് അക്ഷരമാലയിലെ ഒമേഗ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഗ്രീക്ക് അക്ഷരമാലയിലെ ഒമേഗയാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു ഓമിൻ്റെ ചിഹ്നമെന്ന് പറയുന്നത്. ഇനി പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? അപ്പോൾ പ്രതിരോധത്തിൻ്റെ യൂണിറ്റാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ? പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ്. അപ്പോൾ നമുക്കിവിടെ പറയാം R=V/I ആയതിനാൽ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഭാഗം കറണ്ടിൻ്റെ യൂണിറ്റ്. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ കറണ്ടിൻ്റെ യൂണിറ്റ്, അതുപോലെ തന്നെ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ്. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് നമുക്കറിയാം. നമ്മൾ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു? പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് ഭാഗം കറണ്ടിൻ്റെ യൂണിറ്റ്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് എന്താണ്? നമുക്കറിയാം, വോൾട്ടാണ് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ്. വോൾട്ടാണ് അല്ലേ? വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് യൂണിറ്റ്. ഇനി കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ് കറണ്ടിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടും? പ്രതിരോധത്തിൻ്റെ യൂണിറ്റായ വോൾട്ട്, ആംബിയർ എന്നത് ഓം എന്നറിയപ്പെടുന്നു. അപ്പോൾ പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് അല്ലെങ്കിൽ ആംബിയർ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഓം എന്നാണ് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് അറിയപ്പെടുന്നത്. ഓം എന്നാണ്. അതുകൂടി ഓർത്ത് വയ്ക്കുക. ഉയർന്ന യൂണിറ്റുകളായ കിലോ ഓം, മെഗാ ഓം എന്നിവയും ഉപയോഗിക്കാറുണ്ട്. ചില സമയങ്ങളിൽ കിലോ ഓം ഉപയോഗിക്കാറുണ്ട്, ചിലപ്പോൾ നമ്മൾ മെഗാ ഓമും ഉപയോഗിക്കാറുണ്ട്. ഒരു കിലോ ഓം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഓമാണ്. ഒരു കിലോ ഓം എന്ന് പറഞ്ഞത് 1000 ഓമാണ്, അല്ലെങ്കിൽ 10⁻³ ഓമാണ്. 10⁻³ ഓമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു മെഗാ ഓം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 കിലോ ഓമാണ്. 1000 കിലോ ഓമാണ് ഒരു മെഗാ ഓം എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്ത് പറയാം? 10⁻6 ആണ്. 10⁻6 ആണ്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ നമുക്ക് നോക്കാം. ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാവുമ്പോൾ ചാലകത്തിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിലുണ്ടാകുന്ന കൂട്ടിമുട്ടലുകളാണ് പ്രതിരോധത്തിന് കാരണം. അപ്പോൾ ഒരു ചാലകത്തിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ചാലകത്തിലെ സ്വതന്ത്ര ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിലുണ്ടാകുന്ന കൂട്ടിമുട്ടലുകളുണ്ട്. അപ്പോൾ തമ്മിൽ എന്ത് ചെയ്യും? ഇലക്ട്രോണുകളും ആറ്റങ്ങളും തമ്മിൽ കൂട്ടിമുട്ടലുണ്ടാവും. ആ കൂട്ടിമുട്ടലുകളാണ് പ്രതിരോധത്തിന് കാരണമാകുന്നത്. അപ്പോൾ പ്രതിരോധത്തിനുള്ള കാരണം മനസ്സിലായില്ലേ? ഇതിനടുത്ത് നോക്കിയേ. പ്രതിരോധം കൂടുമ്പോൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ടിന് എന്ത് സംഭവിക്കുന്നു? പ്രതിരോധം കൂടുമ്പോൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കൂടുമോ കുറയുമോ? പ്രതിരോധം കൂടുമ്പോൾ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് എന്താ സംഭവിക്കുന്നത്? അത് കുറയുകയാണ് ചെയ്യുന്നത്. ഇനി പ്രതിരോധത്തിൻ്റെ SI യൂണിറ്റ് ചോദിക്കും. പ്രതിരോധത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഓമാണ് പ്രതിരോധത്തിൻ്റെ SI യൂണിറ്റ്. ഇനി നോക്കിയേ. ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിക 7, 8 പൂർത്തിയാക്കി ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വോൾട്ടേജ് Y അക്ഷത്തിലും കറണ്ട് X അക്ഷത്തിലും രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ലഭിച്ച ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ആ ഗ്രാഫിൻ്റെ ഇതൊന്ന് നമുക്ക് നോക്കി പോകാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്?
ഇവിടെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ദാ ഇവിടെ 9 വോൾട്ടേജ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഐ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണ്. ഇനി പ്രതിരോധമാണ് നമ്മൾ കണ്ടെത്താനുള്ളത്. അപ്പോൾ പ്രതിരോധം കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ നമുക്കുണ്ട്. പ്രതിരോധം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രതിരോധം എന്ന് പറയുന്നത് R ആണ്. R എന്ന് പറഞ്ഞാൽ നമ്മുടെ V/I ആണ് R എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? V എന്ന് പറയുന്നത് 9 അല്ലേ? 9 ആണ്. ഇവിടുത്തെ I എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? 9 ആണ് എന്ന് കിട്ടും. ഇവിടുത്തെ R പ്രതിരോധം എന്ന് പറയുന്നത് 9 ആണ്. പിന്നെ അടുത്ത് നോക്കിയേ, ഇവിടുത്തെ നമ്മുടെ വോൾട്ട് എന്ന് പറയുന്നത് 3 ആണ്. വോൾട്ട് 3 തന്നിട്ടുണ്ട്. 6 ഓമും തന്നിട്ടുണ്ട്, 6 ഓമും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാനുള്ളത് എന്താണ്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്, ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഐ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് V/R അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ ഐ കിട്ടും. V എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. നമ്മുടെ R എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഇവൻ നമുക്ക് ചെയ്യുമ്പോൾ എത്ര? 1/2 എന്ന് കിട്ടും. അത് നമ്മൾ ചെയ്ത് വരുമ്പം എന്താണ്? 0.5 എന്ന് നമുക്ക് ആൻസർ ലഭിക്കും. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മൂന്നാമത്തെ നമുക്ക് വോൾട്ട് തന്നിട്ടില്ല, വോൾട്ടേജ് തന്നിട്ടില്ല. അതുപോലെ കറണ്ട് 2 ആംപിയർ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓം എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പ്രതിരോധകം 3 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ കണ്ടെത്തേണ്ടത് V ആണ് കണ്ടെത്തേണ്ടത്. V കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? R×I കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടെത്താം? 3 എത്രയാണ്? 3×2. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഗ്രാഫ് വരയ്ക്കുക. ഇനി നമ്മൾ പറയുന്നത് പ്രതിരോധകത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം പ്രതിരോധകം എന്താണെന്ന്, അഥവാ റെസിസ്റ്റർ. ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെ പ്രതിരോധകം അഥവാ റെസിസ്റ്റർ എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഒരു നിശ്ചിത പ്രതിരോധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്താനായി ഉപയോഗിക്കുന്ന ചാലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രതിരോധകം എന്ന് വിളിക്കുന്നത്, അഥവാ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രതീകം, നമ്മൾ റെസിസ്റ്ററിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ ഇത് ഇങ്ങനെയായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് റെസിസ്റ്ററിൻ്റെ പ്രതീകം നമ്മൾ കൊടുക്കുന്നത്. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഇതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൊടുക്കും, അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതാണ് റെസിസ്റ്ററിൻ്റെ പ്രതീകം. ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൾട്ടിമീറ്റർ. നോട്ട് ദ പോയിന്റ്. അപ്പോൾ എന്താണ്? ചാലകങ്ങളുടെ പ്രതിരോധം നേരിട്ട് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? മൾട്ടിമീറ്റർ ആണ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ച് പൊട്ടൻഷ്യൽ വ്യത്യാസം, കറണ്ട് തുടങ്ങിയവയും അളക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും ഒക്കെ നമുക്ക് എന്തുപയോഗിച്ച് അളക്കാം? ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കാവുന്നതാണ്. ഇനി നോക്കിയേ, ഇവിടെ റെസിസ്റ്ററുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിപണിയിൽ പല മൂല്യങ്ങളിലുള്ള റെസിസ്റ്ററുകൾ ലഭ്യമാണ്. വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള റെസിസ്റ്ററുകൾ ആണ് ഉപയോഗിക്കുന്നത്. റെസിസ്റ്ററിൽ അവയുടെ മൂല്യം രേഖപ്പെടുത്തുകയോ കളർ കോഡുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം. ഇത് കണ്ടോ? നമ്മളൊരു റെസിസ്റ്റർ തന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള റെസിസ്റ്ററുകളുണ്ട്. ഇതിൽ കളർ കോഡുകൾ തന്നിട്ടിരിക്കുന്ന കണ്ടോ? അപ്പോൾ ഇതിൻ്റെ മൂല്യം രേഖപ്പെടുത്തുന്നത് കളർ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ്. അടുത്ത് നമുക്ക് നോക്കാം. വൈദ്യുത ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം ഹീറ്റർ ഓഫാക്കിയ ഉടനെയും തണുത്ത ശേഷവും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു മൾട്ടിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഹീറ്ററിൽ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം എന്ത് ചെയ്യുക? ഹീറ്റർ ഓഫാക്കിയ ശേഷവും ഉടനെയും അതുപോലെ തണുത്ത ശേഷവും നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അളക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പരീക്ഷണത്തിൻ്റെ ഇത് നമുക്ക് ചെയ്യാം. ഏത് സന്ദർഭത്തിലാണ് പ്രതിരോധം കൂടുതലുള്ളത്? അപ്പം നമുക്കറിയാം ചൂടായിരിക്കുമ്പോഴായിരിക്കും അല്ലേ വൈദ്യുത ഹീറ്റർ ഉപയോഗിക്കുന്ന നിക്രോം കമ്പിയുടെ പ്രതിരോധം ഹീറ്റർ ഓഫാക്കിയ ഉടനെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്? നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൽ പ്രതിരോധം കൂടുന്നത്. അതായത് ചൂടായിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും, ഓഫാക്കിയ ഉടനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പ്രതിരോധം കൂടുതലുള്ളത്. താപനില കുറയുന്നതിനനുസരിച്ച് പ്രതിരോധവും കുറയുന്നതായി മനസ്സിലായല്ലോ. അപ്പോൾ താപനില കുറയുന്നതിനനുസരിച്ച് തണുക്കുമ്പോൾ എന്ത് ചെയ്യും? പ്രതിരോധം കുറയും. അപ്പോൾ താപനില കുറയുന്നതിനനുസരിച്ച് എന്ത് കുറയും? പ്രതിരോധം കുറയും. മറ്റേതെങ്കിലും ഘടകങ്ങൾ പ്രതിരോധത്തെ സ്വാധീനിക്കുന്നുണ്ടോ? അപ്പോൾ അപ്പോൾ നമുക്ക് പറയാം എന്താണ്? താപനില പ്രതിരോധത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇവിടെ
മൾട്ടിമീറ്റർ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ 40 സെൻറ്റിമീറ്റർ നീളമുള്ള നിക്രോം കമ്പി നമ്മളിവിടെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് CD എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ഉള്ള ഒരു നിക്രോം കമ്പിയാണ്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ നമ്മൾ. അപ്പോൾ CD എന്ന് പറയുന്നത് എന്താണ്? CD എന്ന് പറയുന്നത് ഒരു 40 സെൻറ്റിമീറ്റർ ഉള്ള ഒരു നിക്രോം കമ്പിയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ CD-യുടെ അതേ നീളവും ഇരട്ടി വണ്ണവുമുള്ള നിക്രോം കമ്പിയാണ് EF. അപ്പോൾ അതാ ഇവിടെ തന്നിട്ടുണ്ട്. CD-യുടെ ഇരട്ടി നീളവും വണ്ണവുമുള്ള ഒരു നിക്രോം കമ്പിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മൾ ഈ പറഞ്ഞ EF എന്ന് പറയുന്നത്. ഇനിയോ CD-യുടെ അതേ നീളവും വണ്ണവുമുള്ള കോപ്പർ കമ്പിയാണ് GH. ഇവ മരപ്പലകയിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവ എന്ത് ചെയ്തിരിക്കുന്നു? മരപ്പലകയിൽ സ്ക്രൂ വെച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. നിക്രോം കമ്പി CD-യുടെ മധ്യഭാഗത്തുള്ള ബിന്ദുവാണ് M. അപ്പോൾ ഇവിടെ CD-യുടെ മധ്യഭാഗത്ത് എന്തുണ്ട്? ഒരു M എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇനിയോ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ച ചാലകത്തിൻ്റെ J എന്ന സ്വതന്ത്ര അഗ്രം MDFH എന്നീ ബിന്ദുക്കളിൽ മാറി മാറി സ്പർശിക്കുക. ബൾബിൻ്റെ പ്രകാശ തീവ്രതയിലും അമ്മീറ്റർ റീഡിങ്ങിലും ഉണ്ടാകുന്ന മാറ്റം നിരീക്ഷിക്കുക. നിരീക്ഷണ ഫലങ്ങൾ പട്ടികപ്പെടുത്തുക. നിരീക്ഷണത്തിൻ്റെയും പട്ടിക വിശകലനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ആ പരീക്ഷണം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ J സ്പർശിക്കുന്ന ബിന്ദു ഏതൊക്കെയാണ്? M ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്, H ഉണ്ട്. ചാലകത്തിൻ്റെ നീളം അല്ലെങ്കിൽ വണ്ണം ആദ്യം നമ്മൾ പറഞ്ഞു 20 സെൻറ്റിമീറ്റർ. M-ൽ സ്പർശിക്കുമ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ്. ചാലകം നിർമ്മിച്ച പദാർത്ഥം ഏതാണ്? നിക്രോമാണ്. അങ്ങനെയാണെങ്കിൽ അമ്മീറ്റർ റീഡിംഗ് എത്രയാണ്? അമ്മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 0.5 ആംബിയർ എന്ന് കിട്ടും. ഇനി രണ്ടാമത് പിന്നെ നമ്മുടെ J സ്പർശിക്കുന്ന ബിന്ദു D ആവുമ്പോൾ ചാലകത്തിൻ്റെ നീളം അല്ലെങ്കിൽ വണ്ണം എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്. ചാലകം നിർമ്മിച്ച പദാർത്ഥം നിക്രോമാണ്. അപ്പോൾ അമ്മീറ്ററിലെ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 0.25 ആംബിയർ ആണ്. കുറയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും F-ലേക്ക് വരുമ്പോൾ F-ൽ 40 സെൻറ്റിമീറ്റർ വണ്ണം കൂടുതലാണ്. അതിൽ ചാലകം നിർമ്മിച്ച പദാർത്ഥം നിക്രോമാണ്. അപ്പോൾ അതിൻ്റെ ആംബിയർ എന്ന് പറയുന്നത് 0.5 ആംബിയർ ആണ്. 0.5 ആംബിയർ ആണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് H ആണ്. H-ലേക്ക് വരുമ്പോൾ എന്താണ്? 40 സെൻറ്റിമീറ്റർ ആണ്. H-ലേക്ക് വരുമ്പോൾ അതിൻ്റെ ചാലകത്തിൻ്റെ നീളം അല്ലെങ്കിൽ വണ്ണം എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ. ഇവിടെ കോപ്പറാണ് ചാലകം നിർമ്മിച്ച പദാർത്ഥം. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ആംബിയർ എത്രയാണ്? അമ്മീറ്റർ റീഡിംഗ് എത്രയാണെന്ന് കിട്ടും? 0.75 ആംബിയർ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എല്ലാ സന്ദർഭത്തിലും സർക്യൂട്ടിൽ നൽകിയ പൊട്ടൻഷ്യൽ വ്യത്യാസം തുല്യമാണ്. ഓം നിയമം അനുസരിച്ച് V = IR ആയതിനാൽ അമ്മീറ്റർ റീഡിങ്ങിൽ I വന്ന മാറ്റങ്ങൾക്ക് കാരണം ചാലകത്തിൻ്റെ പ്രതിരോധത്തിൽ R വന്ന മാറ്റമല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? പ്രതിരോധകത്തിൽ R വന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പ്രതിരോധകത്തിൽ അതായത് I-ൽ വന്ന മാറ്റമാണ് അവിടെ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നത്? R-ൽ വന്ന മാറ്റത്തിൽ കാണാൻ പറ്റുന്നത്. അമ്മീറ്റർ റീഡിങ് അഥവാ കറണ്ട് ഏറ്റവും കുറവ് ഏത് സന്ദർഭത്തിലാണ്? കാരണം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മീറ്റർ റീഡിങ് ഏറ്റവും കുറവ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ D-യിൽ സ്പർശിക്കുമ്പോഴാണ് അമ്മീറ്റർ റീഡിങ് ഏറ്റവും കുറവല്ലേ? നമ്മളിവിടെ കണ്ടില്ലേ? D-യിലാണ്. അതായത് D-യിൽ സ്പർശിക്കുമ്പോൾ എത്രയാണ്? 0.25 ആംബിയർ. അവിടെയാണ് ഏറ്റവും കുറവ് എന്ന് പറയുന്ന അമ്മീറ്റർ റീഡിങ്. അതിനുള്ള കാരണം എന്താണെന്നാണ് പറഞ്ഞത്? അത് പറഞ്ഞിരിക്കുന്നത് അവിടെ എന്ത്? പ്രതിരോധം കൂടുതലാണ്. പ്രതിരോധം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കറണ്ട് അമ്മീറ്റർ റീഡിങ്ങിൻ്റെ അളവ് കുറയും. ഇനി അടുത്ത ഒരേ ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരേ ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ചാലകത്തിൻ്റെ നീളം കൂടുമ്പോൾ പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരേ ചാലകത്തിൻ്റെ വണ്ണം കൂടുമ്പോൾ പ്രതിരോധത്തിന് എന്ത് സംഭവിക്കുന്നു? വണ്ണം കൂടുമ്പോൾ പ്രതിരോധം എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. കുറയുന്നു. അടുത്ത്
ഒരേ നീളവും വണ്ണവുമുള്ള നിക്രോം, കോപ്പർ എന്നിവയിൽ പ്രതിരോധം കൂടുതൽ ആർക്കാണ്? അപ്പം നമുക്കറിയാം നിക്രോമിനാണ് എന്ത് കൂടുതലെന്ന്? പ്രതിരോധം കൂടുതലെന്ന് അറിയാം. ഇനി ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാലകത്തിന്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാലകം നിർമ്മിച്ച പദാർത്ഥത്തിന്റെ സ്വഭാവം വരും. ചാലകം നിർമ്മിച്ച പദാർത്ഥത്തിന്റെ സ്വഭാവം അതിനെ സ്വാധീനിക്കുന്നു. ചാലകത്തിന്റെ വണ്ണം അല്ലെങ്കിൽ ഛേദതല പരപ്പളവ് ഇതിനെ സ്വാധീനിക്കുന്ന, പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുപോലെ ചാലകത്തിന്റെ അവസാനം നമുക്കിവിടെ എഴുതി ചേർക്കാം, ചാലകത്തിന്റെ നീളം, അതുപോലെ താപനില, ഇതൊക്കെ എന്തിനെ സ്വാധീനിക്കുന്നു? താപനില, ഇതൊക്കെ പ്രതിരോധകത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്ന് പറയാം. ഇനി നീളം കൂടുമ്പോൾ ഒരു ചാലകത്തിന്റെ പ്രതിരോധം വർദ്ധിക്കുന്നുവെന്നും വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നുവെന്നും മനസ്സിലായല്ലോ. കൂടാതെ വിവിധ പദാർത്ഥങ്ങൾക്ക് വ്യത്യസ്ത പ്രതിരോധവും ആയിരിക്കും. ഒരേ നീളവും വണ്ണവുമുള്ള നിക്രോം, ടങ്സ്റ്റൺ, കോപ്പർ, അലൂമിനിയം, സിൽവർ എന്നിവ കൊണ്ട് നിർമ്മിച്ച കമ്പികൾ പരിഗണിച്ചാൽ നിക്രോമും ടങ്സ്റ്റണും താരതമ്യേന ഉയർന്ന പ്രതിരോധമുള്ളവയും അലൂമിനിയം, കോപ്പർ എന്നിവ പ്രതിരോധം വളരെ കുറഞ്ഞവയുമാണ്. സിൽവർ ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ലോഹമാണ്. അപ്പം ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഒരു ചാലകത്തിന്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രതിരോധവും എന്ത് ചെയ്യും? വർദ്ധിക്കുന്നു. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താ റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ? റിയോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിന്റെ വണ്ണത്തിൽ മാറ്റമില്ലാതെ നീളം വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രതിരോധം എന്ത് ചെയ്യും? വർദ്ധിക്കും. ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. സ്കൂൾ ലാബുകളിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യാനുസരണം കറണ്ടിൽ മാറ്റം വരുത്തുവാൻ സർക്യൂട്ടിൽ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ റിയോസ്റ്റാറ്റിന്റെ പ്രതീകം നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു. ഇതല്ലെങ്കിൽ എന്താണ്? ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഇതാണ് എന്ത്? റിയോസ്റ്റാറ്റിന്റെ പ്രതീകം എന്ന് പറയുന്നത്. ഇനി ചിത്രം 7.2.6 കാണിച്ച രീതിയിൽ റിയോസ്റ്റാറ്റ് ഉൾപ്പെടുത്തിയ ഒരു സർക്യൂട്ട് നിർമ്മിക്കുക. റിയോസ്റ്റാറ്റിന്റെ സമ്പർക്കം എസ് ക്രമമായി നീക്കി ബൾബിന്റെ പ്രകാശത്തിൽ വരുന്ന മാറ്റം നിരീക്ഷിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തന തത്വം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തനം എന്താണ്? ഇവിടെ നമുക്ക് കുറച്ച് ഒരു കോളം ഉണ്ട്. ആ കോളം എന്ന അതിചാലകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിചാലകത എന്ന് പറഞ്ഞാൽ? വളരെ കുറഞ്ഞ താപനിലയിൽ ചില ലോഹങ്ങളും സംയുക്തങ്ങളും വൈദ്യുത പ്രതിരോധം തീരെ ഇല്ലാത്ത അവസ്ഥ പ്രകടിപ്പിക്കാറുണ്ടെന്ന് 1911 കണ്ടെത്തുകയുണ്ടായി. 1911 എന്താ കണ്ടെത്തിയത്? ഇവിടെ വളരെ കുറഞ്ഞ താപനിലയിൽ ചില ലോഹങ്ങളും സംയുക്തങ്ങളും വൈദ്യുത പ്രതിരോധം തീരെ ഇല്ലാത്ത അവസ്ഥ പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. ഇത്തരം പദാർത്ഥങ്ങളാണ് അതിചാലകങ്ങൾ. അങ്ങനെയുള്ള പദാർത്ഥങ്ങളെ എന്തെന്ന് പറയുന്നു? അതിചാലകങ്ങൾ എന്ന് പറയുന്നു. അതിചാലകങ്ങളിലൂടെ ഊർജ്ജ നഷ്ടമില്ലാതെ വൈദ്യുത പ്രവാഹം സാധ്യമാകുന്നു. അപ്പോൾ അതിചാലകങ്ങളിൽ എന്താണ്? അവിടെ വൈദ്യുത നഷ്ടം ഉണ്ടാവുമോ? ഇല്ല. അവിടെ വൈദ്യുത നഷ്ടമില്ലാതെ, ഊർജ്ജ നഷ്ടമില്ലാതെ എന്ത് ചെയ്യുന്നു? വൈദ്യുത പ്രവാഹം സാധ്യമാകുന്നു. ഇനി റിയോസ്റ്റാറ്റിന്റെ പ്രവർത്തനം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താ ചിത്രത്തിൽ പറയുന്നത്? ഇവിടെ ചിത്രത്തിൽ AB ഇൻസുലേറ്ററായ പൈപ്പിൽ ചുറ്റിയ പ്രതിരോധം കൂടിയ കമ്പിച്ചുരുൾ തന്നിട്ടുണ്ട്. ഇവിടെ AB ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? AB അതിൽ കമ്പിച്ചുരുൾ, പ്രതിരോധം കൂടിയ കമ്പിച്ചുരുൾ തന്നിട്ടുണ്ട്. അതുപോലെ DC പ്രതിരോധം വളരെ കുറഞ്ഞ ലോഹദണ്ഡ് DC. ഇവിടെ DCയിൽ പ്രതിരോധം വളരെ കുറഞ്ഞ ഒരു ലോഹദണ്ഡാണ് തന്നിരിക്കുന്നത്. ഇനിയോ നമുക്ക് എസ് എന്ന് പറയുമ്പം അവിടുത്തെ സമ്പർക്കമാണ്. ഇവിടെ എസ് ഇവിടെ ഇത് തന്നിരിക്കുന്നല്ലോ, ഇതാണ് ഇവിടുത്തെ സമ്പർക്കം എന്ന് പറയുന്നത്, അവ തമ്മിലുള്ള സമ്പർക്കം. ഇനി എയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി ചുരുളിലൂടെ കടന്ന് എസ് വഴി സി എന്ന അഗ്രത്തിലെത്തുന്നു. ഇവിടെ നിന്ന് എയിൽ നിന്ന് പ്രവഹിക്കുന്ന വൈദ്യുതി എന്ത് ചെയ്യുന്നു? എ എന്ന ഇതിൽ പ്രവഹിക്കുന്ന വൈദ്യുതി നമ്മുടെ എസ്സിലൂടെ കടന്ന് എന്ത് ചെയ്യുന്നു? ആ ഒരു വൈദ്യുതി കമ്പിച്ചുരുളിലൂടെ കടന്നിട്ട് എവിടെ എത്തുന്നു? എസ് വഴി എവിടെ പോകുന്നു? നമ്മുടെ ഈ പറഞ്ഞ എവിടെ എത്തിച്ചേരുന്നുണ്ട്? നമ്മുടെ സി എന്ന അഗ്രത്തിൽ എത്തുന്നു. എസ് വഴി സി എന്ന അഗ്രത്തിൽ എത്തുന്നു. സമ്പർക്കം എസ് ലോഹദണ്ഡിന്റെ ഡി മുതൽ സി വരെ നീക്കുന്നതിനനുസരിച്ച് വൈദ്യുതി കടന്നു പോകുന്ന കമ്പിച്ചുരുളിന്റെ നീളം
വ്യത്യാസപ്പെടുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ സി എന്ന അഗ്രത്തിലെത്തിയല്ലോ. അവിടെ എസ് ലോഹദണ്ഡിൻ്റെ ഡി മുതൽ ഇവിടെ എസ് ലോഹദണ്ഡ് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങോട്ട് ഒന്നും ഇല്ല. അപ്പോൾ എസ് ലോഹദണ്ഡിൻ്റെ ആ ഒരു ഡി വരെ, ഡി മുതൽ സി വരെ എന്ത് സംഭവിക്കുന്നു? വൈദ്യുതി കടന്നു പോകുന്ന കമ്പിച്ചുരുളിൻ്റെ നീളം വ്യത്യാസപ്പെടുന്നു. അപ്പോൾ അവിടെ വ്യത്യാസമുണ്ട്. ഇതുമൂലം സർക്യൂട്ടിലെ പ്രതിരോധവും അതുവഴി കറണ്ടും ആവശ്യാനുസരണം മാറ്റുവാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആ ഒരു റിയോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു പാർട്ടും കൂടി ആയിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തീരണമെങ്കിൽ നമ്മൾ ഇനി ഒരുപാട് മാത്സ് വർക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഒരു പാർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ തീരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പാർട്ടിലൂടെ നമ്മുടെ ക്ലാസ്സുകൾ ധാരാവൈദ്യുതി, നമ്മൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സ് എന്ന് പറയുന്ന പാർട്ട് ഫുള്ളായിട്ട് നമുക്ക് തീരുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ.